ഹലോ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാടിനാണ് കിട്ടിയിരിക്കുന്നത്, മനുഷ്യർക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യയിലും ഇല്ല, കേരളത്തിലും ഇല്ല. കാരണം അമ്മാതിരി കടന്ന് കഷ്ടപ്പെടുകയാണ് കേരളത്തിലേലും ഇന്ത്യയിലത്തെ ജനങ്ങൾ മനസ്സ് മുട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം കർമ്മസേനയോ എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഈ വീട്ടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയാണല്ലോ. ഈ വീട്ടിലിരിക്കുന്ന, അതായത് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിലിരിക്കുന്ന ആൾക്കാരിൻ്റെ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വേസ്റ്റ് വീട്ടിൽ കത്തിക്കാൻ പാടില്ല. സ്വന്തം വീട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് സ്ഥലം വാങ്ങി നമ്മൾ വീട് വെച്ച് നമ്മളിടുന്ന വേസ്റ്റ് നമ്മൾക്ക് കത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് കത്തിച്ചാൽ കുറ്റം. പിന്നെ 50 രൂപ കൊടുത്തില്ലെങ്കിൽ കുറ്റം. 50 രൂപ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയണം. പഞ്ചായത്തിൽ നമ്മൾക്ക് നികുതി അടയ്ക്കാൻ പോകുമ്പോൾ ഇവർ അടച്ചു തരില്ല. വില്ലേജിൽ നമുക്ക് എന്തെങ്കിലും പേപ്പറിന് പോയാൽ ഇവർ ചെയ്തു തരില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ 50 രൂപ അടച്ചില്ലെങ്കിൽ ഒന്നായിട്ട് അടപ്പിച്ചിട്ട് ആ കാര്യം നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങളിനെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുക, അവർ പറയുന്ന പോലെ, അതായത് ഭരിക്കുന്ന ഭരണപക്ഷം പറയുന്ന പോലെ ജീവിക്കാൻ ജനങ്ങൾ ഇപ്പോൾ ഇതായി തീർന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നിനും അതായത് പ്രതികരണ ശേഷി ഉള്ളവരെ കൂടെ ഈ വക കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിച്ചു എന്നിരിക്കട്ടെ, പ്രതികരിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾക്ക് കാര്യം ചെയ്തു തരില്ല. അപ്പോൾ പ്രതികരിക്കാൻ തൻ്റെ ഉള്ളവർ പോലും എന്താണെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത്. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഓരോ സ്ഥലത്ത് പോയാൽ നമുക്ക് കാര്യം നടക്കണം. കാരണം മുക്കാലും ആൾക്കാർ ഇരിക്കുന്നത്, ഓരോ തലത്തിൽ ഇരിക്കുന്നവർ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്തു ചെയ്യും? പിന്നെ ഒരാൾ പോകുമ്പോൾ അവർക്ക് അറിയാം ഇന്ന ആൾക്കാർ ഇന്ന പാർട്ടിക്കാരാണ് എന്ന് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ നമുക്ക് ചെയ്തു തരില്ല. പിന്നെ ഇവരിൻ്റെ കാര്യം കൂടി നടത്തി കൊടുത്തില്ലെങ്കിൽ ഇവർ ഒട്ടും ചെയ്തു തരില്ല. അപ്പോൾ ജനങ്ങളെ എങ്ങനെയെങ്കിലും മനസ്സ് മുട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു വാർഡിലത്തെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ വാർഡിൽ 3 മാസമായിട്ട് വേസ്റ്റ്, അതായത് ഇവർ പറയുന്ന പെണ്ണുങ്ങൾ, ചില പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മുടെ കേരള മുഖ്യമന്ത്രിനെക്കാളും തലക്കനമാണ് ചില പെണ്ണുങ്ങൾക്ക്, അതിൽ നടക്കുന്ന ചില ആൾക്കാർക്ക്. എന്താന്ന് പറഞ്ഞാൽ അവർ പറയും, നിങ്ങളെന്താ കഴുകിയിട്ടില്ല, എന്താ വൃത്തിയാക്കിയിട്ടില്ല, ഇതെന്താ ഇങ്ങനെ തന്നിരിക്കണേ എന്നും പറഞ്ഞ് ഇതിനെല്ലാം വാങ്ങി 50 രൂപയും വാങ്ങി തീട്ടം തിന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം കയറില്ലേ? ഈ മഴക്കാലത്ത് കൊണ്ടുപോയിട്ട് അടുക്കി വെച്ചാൽ. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് 50 രൂപ കൊടുത്തിട്ട്, ഈ ഭരണപക്ഷത്തിൽ ഇങ്ങനെയുള്ള ഈ കർമ്മസേന എന്ന് പറയുന്ന സ്ത്രീകൾക്ക് എന്തിനാണ് നമ്മൾ 50 രൂപ കൊടുക്കുന്നു? ഒരു വീട്ടിന് 50 രൂപ വെച്ച് വാങ്ങുമ്പോൾ ഓരോ ജില്ലയിൽ ഇല്ലെങ്കിൽ ഓരോ വാർഡിൽ എത്ര വീടുകളുണ്ട്, ആ വീടുകളിൽ കിട്ടുന്ന പൈസ ഒരു മാസം എത്ര രൂപ വരുമാനം ഉണ്ടെന്നും കൂടി ഒന്ന് ചിന്തിക്കണം. ഇത് ആൾക്കാർ പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അനീതി കണ്ടാൽ പ്രതികരിക്കണം. കാരണം നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ വോട്ട് കൊടുത്താണ് ഇവർ ഈ സ്ഥാനത്ത് ഇരിക്കുന്നത്. അല്ലാതെ ഇവരിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മന്ത്രി കസേര കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കസേര കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതല്ല. മനസ്സിലാവുണ്ടോ? ഇത് നമ്മൾ കൊടുക്കുന്ന ഓരോത്തിൻ്റെയും ഇതിലാണ് അവർ ഈ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അല്ലാതെ വെറുതെ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, 50 രൂപയല്ലേ തൊലഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കരുത്. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. മരണം എന്ന് പറയുന്നത് ഒരിക്കലേ സംഭവിക്കുകയുള്ളൂ. അത് കോഴയായിട്ട് ജീവിക്കരുത്.
മനസ്സിലാവുണ്ടോ? ഓരോ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ഓരോ പൈസയ്ക്കും ഓരോ വിലയുണ്ട്. അവരെ പോലെ നമ്മൾ മേലനങ്ങാണ്ട് പിന്നെ ശരീരം അനങ്ങാതെ ജോലി ചെയ്യാതെ കാശുണ്ടാക്കി ജീവിക്കുമ്പോൾ അവർക്ക് ആ പൈസൻ്റെ വില എന്താണ് എന്ന് അവർക്കറിയില്ല. അവർക്കറിയണമെങ്കിൽ അവർ അധ്വാനിക്കണം. അല്ലാതെ നേരം വെളുക്കുമ്പോൾ കുളിയും കഴിഞ്ഞ് ഓരോ നല്ല മുണ്ടും ഷർട്ടും തേച്ച് കഞ്ഞി മുക്കി തേച്ച് ഇട്ടിട്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ നടക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അതല്ല വേണ്ടത്. ജനങ്ങളെ സേവിക്കുന്ന ആളിനെയാണ് ജനസേവകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളിൽ കേരളത്തിലെ ജനങ്ങളെ സേവിക്കുന്ന ആളിനെയാണ് ഭരണപക്ഷം എന്ന് പറയുന്നത്. അതിനെ തെറ്റ് കണ്ടാൽ എതിർക്കുന്നതിനാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഈ മുണ്ടും ഷർട്ടും കതറും വെള്ളയും ഇട്ട് കഞ്ഞി മുക്കി തേച്ച് കാറും ഇതിലും നിങ്ങൾ നടന്നത് കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് തീരില്ല. ഇന്നും എത്രയോ പട്ടിണി കിടക്കുന്നവരുണ്ട്, എത്രയോ വീടില്ലാത്തവരുണ്ട്, എത്രയോ രോഗികളുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ജനങ്ങൾ പ്രതികരിക്കാൻ പോയാൽ ഉടനെ കേസായി കൂട്ടമായി പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അത് കാരണം നല്ല ആൾക്കാർ പോലും പ്രതികരിക്കാണ്ടായി. എല്ലാവരും ഇപ്പോൾ കോഴകളായി. അങ്ങനെ ആവരുത്. ജനങ്ങൾ കൂട്ടിപ്പിടിക്കണം. ഒരു കൈ കൊണ്ട് കിട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, 10 കൈ കൂട്ടിപ്പിടിച്ചാൽ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മതം നോക്കാതെ പാർട്ടി നോക്കാതെ എല്ലാവരും പ്രതികരിക്കണം. എന്നാലേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഇനിയൊന്നും ഈ ലോകത്തിൽ നമ്മൾക്ക് ഇന്ത്യയിൽ ഇനിയൊന്നും ഒരു പഴയ നമ്മളുടെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ച പോലെ ഒരു ജീവിതമൊന്നും ഉണ്ടാകില്ല, ഉണ്ടാകാൻ പോണുമില്ല. കാരണം ഭരിച്ച് എല്ലാം നമ്മളുടെ ഇന്ത്യ മൊത്തം കൊട്ടിച്ചോരായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർക്ക് വലിയ ഇതൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇതാ ഇപ്പോൾ കുവൈറ്റിൽ അടുത്ത ഒരു നിയമം അവർ കൊണ്ടുവരാൻ പോകുന്നത് വലിയ വലിയ ഉദ്യോഗത്തിലിരിക്കുന്നവരിനെയൊക്കെ പിരിച്ചു വിടാൻ പോവുകയാണ്. കാരണം അവരുടെ നാട്ടിലെ ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ പ്രവാസികളെല്ലാം ഈ കുവൈറ്റിലാണെങ്കിൽ ഇത് സൗദിയിലുണ്ടാവും, ഇനി ഓരോ രാജ്യങ്ങളിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇനി നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ച് വന്നാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളത് പോലും ചിന്തിക്കാൻ പ്രവാസികളും മെനക്കെടണം, ഭരണപക്ഷവും മെനക്കെടണം. അവരൊക്കെ ചിന്തിച്ചാലേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ അത് നശിപ്പിക്കാൻ വേണ്ടി കുറേ പാർട്ടിക്കാർ ഓരോ കൊടിയും കൊണ്ടുവന്ന് നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കുത്തിയിട്ട് സിന്താപ വിളിക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെ നമ്മൾ തുടങ്ങും? ഊറ്റി വായും വയിരും ചുരുക്കി ഗുബൂസും തിന്ന് കട്ടൻ ചായയും കുടിച്ച് വല്ല 10 രൂപ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നാൽ ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ഒരു പേപ്പർ കിട്ടണമെങ്കിൽ അവരുടെ കയ്യും കാലും പോയി പിടിക്കണം. എന്നാലേ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തരുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. ഈ സമൂഹം എന്ന് നേരാകും? നമ്മുടെ നാടെങ്ങനെ നേരാകും? ഇന്ത്യ എങ്ങനെ നേരാകും? ഇതുപോലെയുള്ള ആൾക്കാർ ഭരിച്ചുകൊണ്ടിരുന്നാൽ അത് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, പഞ്ചായത്തിൽ, വില്ലേജിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ എല്ലാം പാർട്ടി ഏതുമോ ആയിക്കോട്ടെ, നല്ല മനുഷ്യർ, നല്ല ആൾക്കാർ ജോലി ചെയ്യണം. അതായത് പാവപ്പെട്ടവർ കാര്യങ്ങൾക്ക് വരുമ്പോൾ അത് നടത്തി കൊടുക്കണം, 10 പൈസ കൈക്കൂലി വാങ്ങിക്കാതെ. അല്ലാതെ വെറുതെ എന്തൊക്കെയോ കാണിക്കണോ, ഞങ്ങൾ ഭരിക്കണോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളിനെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞ് ചാറുണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ, വേറൊന്നുമില്ല. ഓക്കെ, ബൈ.